നമസ്കാരം. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങളും സന്താനങ്ങളുടെ ഉയർച്ചയില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ദശാകാലം ശുക്രനും ബുധനും ആണ് എന്ന് വിചാരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ദശാകാലമാണ്, ഇപ്പോൾ ശുക്രദശാകാലോ ബുധദശാകാലോ ആണെന്ന് വിചാരിക്കുക. ഈ ദശാകാലം രണ്ടും നിങ്ങൾക്ക് വളരെ മോശപ്രദമാണ്. അതുപോലെ തന്നെ ശുക്രദശയിൽ ബുധന്റെ അപഹാരകാലവും നിങ്ങൾക്ക് ദോഷപ്രദനാണ്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷപരിഹാരമായിട്ട് ശുക്രനെ പ്രീതിപ്പെടുത്താം. എന്ന് വെച്ചാൽ ദുർഗയെ പ്രീതിപ്പെടുത്താം. ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് മഹാവിഷ്ണുവിനെ നിങ്ങൾ ഭജിക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും തരത്തിൽ പണം വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അത് വേറെ രീതിയിലൊക്കെ ചിലവായി പോകുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിനെ ഭജിക്കാം. മഹാവിഷ്ണുവിന് സഹസ്രനാമം ജപിക്കാം. മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള എന്ത് കർമ്മം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണോ ഒന്നുകിൽ ഒരു നെയ്വിളക്കെങ്കിലും നിങ്ങൾക്കെടുത്ത് സമർപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. വ്യാഴാഴ്ച ദിവസം ഈ രാശിക്കാര്, ഈ വൃശ്ചികം രാശിയിൽപ്പെട്ട വിവാഹം നടക്കാത്ത യുവജനങ്ങളോ വിവാഹം നടക്കാതെ കുറച്ച് പ്രായമായിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം മംഗല്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യാം. കൂടാതെ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് ഈ മംഗല്യസിദ്ധിക്ക് ഉത്തമമാണ്. വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താം. ഭദ്രകാളിക്ക് ചുവന്ന ചെത്തിപ്പൂ കൊണ്ട് പുഷ്പാഞ്ജലി ഭാഗ്യസൂക്തം ചെയ്യാം ഭദ്രകാളി ക്ഷേത്രത്തിൽ. പിന്നെ അതുപോലെ തന്നെ കടും പായസം നിങ്ങൾക്ക് നേദിക്കാം. ഗുരുതി കഴിക്കാം. ഗുരുതിക്കൂട്ട് പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം ഭദ്രകാളിക്ക്. ഇതൊക്കെ ഈ വൃശ്ചികം രാശിയിൽപ്പെട്ടവർക്ക് ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾക്ക് ദോഷപരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളാണ്.